നമുക്കൊരു വെറുതെ പറയണല്ല, കുറച്ച് മുന്നിട്ട് വെച്ചാണ് ഇതുപോലെ ആയിട്ടുണ്ട് കർട്ടൻ്റെ സൈഡിലൊക്കെ, ഇതുപോലെ പായൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം അല്ലേ. ഇത് നല്ല കനമുള്ള കട്ട കേട്ടോ, 8x8 കട്ടയാണ്, അത്യാവശ്യം കനമുള്ള കട്ടയാണ്. അതെ, അതാണ് അതിൻ്റെ 8 ഇഞ്ചിൻ്റെ കട്ട കേട്ടോ, നല്ല കനമുള്ള കട്ടയാണ്. ഒരൊറ്റ ആണിയിൽ ഇങ്ങനെ പൊന്തിക്കാൻ കഴിയുന്നുള്ളതാണ്. അടിപൊളി. അങ്ങനെ ഇതാ ഊരി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയല്ലേ, നല്ല പണി. കാരണം അത്യാവശ്യം എന്താ പറയുക, ടൈറ്റാണ്, ഇതിൻ്റെ ഉള്ളിൽ ടൈറ്റാണ്. അതുകൊണ്ടാണ് ഈ ആണി ഇത്രയും നല്ല ഇതിൽ കയറി നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളെ വയറിംഗാർക്ക് വെട്ടിപ്പൊളിക്കാൻ കറക്റ്റ് ഗ്യാപ്പിട്ട് കറക്റ്റ് വെട്ടിപ്പൊളിക്കാം. ചെങ്കല്ലിന്റെ അതേ വലിപ്പം വരുന്ന 8 ഇഞ്ചിന്റെ കട്ടയാണ്. ഈ ഒരു 8 ഇഞ്ചിന്റെ കട്ട കൊണ്ടൊക്കെ ഉണ്ടല്ലോ, ഇതേപോലെ പണിതലുണ്ടല്ലോ, അതൊരു വേറെ ലുക്കായിരിക്കും കേട്ടോ. 4 കെട്ട് മോഡൽ ഈ രീതിയിൽ പണിതിട്ട് ചെറിയൊരു ഗ്രൂ ഒക്കെ ഇട്ട് കൊടുത്താലുണ്ടല്ലോ, അടിപൊളിയായിരിക്കും. ഇതിൽ ഇനി തേക്കാതെ ഇതിൽ ക്ലിയർ അടിച്ചാൽ മതി. ക്ലിയർ അടിച്ചിട്ട് ഇതുപോലെ നിലനിർത്തി കഴിഞ്ഞാൽ വീടൊക്കെ ഒരു പ്രത്യേക ലുക്കിൽ പണിയാൻ പറ്റും. മാത്രമല്ല അതിൽ വളരെ ചെറിയ സിമെന്റ് വെച്ചാലും മതി. 8 ഇഞ്ചിന് കട്ടാൻ പതിൽ ഉറപ്പിന് എന്തെങ്കിലും കുറവ് വരണം? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പം വരില്ല. നല്ല ഉറപ്പുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള അടിപൊളി സൂപ്പർ കട്ടാട്ടോ. 8 ഇഞ്ചിന്റെ കട്ടാൻ പെട്ടെന്ന് പണി കഴിയും. സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മളെ മഡ്ബർക്ക് ഉണ്ടാക്കുന്ന മറ്റൊരു കമ്പനിയിലാണ് കേട്ടോ. ഇത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്ക് അടുത്താണ്. അപ്പോൾ നമ്മൾ ഒരുപാട് മഡ്ബർക്ക് ഉണ്ടാക്കുന്ന കമ്പനി മഡ്ബർക്കൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ട്. നേരിട്ട് കണ്ടിട്ട് നല്ലതെന്ന് തോന്നുന്ന നല്ല മഡ്ബർക്ക് മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതുവരെ. അപ്പോൾ അതുപോലെയുള്ള നല്ല മഡ്ബർക്ക് കിട്ടുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ജന്നത്ത് മഡ്ബർക്ക്. ജന്നത്ത് സോയിൽ ബ്രിക്സ് എന്നാണ് ഈ ഒരു മഡ്ബർക്ക് കമ്പനീൻ്റെ പേര്. ഇതാ നമുക്ക് ഒരുപാട് മഡ്ബർക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മഡ്ബർക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓണർമാർ രണ്ടാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നമസ്കാരം. എന്താ പേരെന്താ? സുന്ദര. നിങ്ങളെ പേര്? യൂസഫ്. അപ്പോൾ നിങ്ങൾ എത്ര വർഷമായി ഇപ്പോൾ ഈ ഒരു കമ്പനി തുടങ്ങിയിട്ട്? ഏകദേശം 2 വർഷമായി. ഇത് ഒരു പാലക്കാട് തൃശ്ശൂർ ബോർഡർ അല്ലേ ആണല്ലേ? എല്ലാ ജില്ലേന്റെ ഒരു ബോർഡർ ആയിട്ടാണ് വരുന്നത്. പോകുന്നുണ്ടല്ലേ? തമിഴ്നാട്ടിലേക്ക് ഒരുപാട് കട്ട പോകുന്നു. ഇപ്പൊ തമിഴ്നാട് അധികം നടക്കുന്നത് ഈ ഒരു മഡ്ബർക്ക് കൊണ്ടാണ്. നമുക്ക് ഒരുപാട് എൻക്വയറി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. തമിഴ്നാട് ഇപ്പൊ ആ ഇരിക്കണ കട്ടുണ്ടല്ലോ, അതിപ്പോ ഞായറാഴ്ച ഷോളൂർ പോവാം അല്ലേ, വണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് മഡ്ബർക്കിന്റെ കമ്പനി ഒരുപാട് നമ്മൾ സന്ദർശിച്ചു. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു മേഖലയിലായതുകൊണ്ട്, ഈ കൺസ്ട്രക്ഷൻ മേഖലയായതുകൊണ്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത തോന്നിയത് നല്ല മണ്ണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല ഈ മണ്ണ് തരിച്ചെടുത്ത് അത് ഉണ്ടാക്കുന്ന പ്രക്രിയ ഒക്കെ നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ആ ഒരു റിസൾട്ട് കട്ടയിൽ കാണുന്നുണ്ട്. ഞങ്ങളെന്താ ചെയ്യണോ, ഞങ്ങൾ നല്ല മണ്ണ് നോക്കിയിട്ട് എടുക്കുള്ളൂ. ഞങ്ങൾ മണ്ണ് പറഞ്ഞ് ഞങ്ങള് ഇവിടെ പോയിട്ടാണ് കൊണ്ടുവരിക. മലപ്പുറം ജില്ലയിൽ പോയി ഞങ്ങള് നല്ല വെട്ടലിന്റെ സെക്കൻഡ്സ് കണ്ടിട്ടുള്ളൂ. അങ്ങനെ കൊടുന്ന് നമ്മളിവിടെ കൂട്ടും. അങ്ങനെ ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ ആദ്യം അതിലിട്ട് പൊടിക്കും. ആദ്യം നമ്മള് അതിലെ വേസ്റ്റ് ഒക്കെ മാറ്റിയിട്ട് നല്ലത് മാത്രം അങ്ങോട്ട് മാറ്റി ഈ വലിയ കല്ലുകളൊക്കെ അപ്പുറത്തേക്ക് വീഴും. അത് പിന്നെ രണ്ടാമത് നമ്മൾ ക്രഷറിലിട്ട് പൊടിച്ചിട്ട് അതും ഈ പൊടിച്ച ഈ മണ്ണുണ്ടല്ലോ ഒരേപോലെ കാണുന്നുണ്ട്. ഇത് അധിക സ്ഥലത്തും കാണാത്തതാണ്. അവരെല്ലാം കൂടി എല്ലാം വൃത്തിയായിട്ട് നമ്മൾ ചെയ്യും. പിന്നെ സിമെന്റ് ഒക്കെ എങ്ങനെയാ? സിമെന്റ് ഏകദേശം നമ്മള് ഒരു ചാക്കിൽ നമ്മൾ ഒരു 30 കട്ട അടിക്കും. ഒരു 2 കിലോന്റെ അടുത്തൊക്കെയാണ് 1,800 1,850 30 കൂടുതൽ നമ്മൾ എടുക്കില്ല. എട്ടിന്റെ കട്ടക്കില്ലേ? സിമെന്റ് ഒക്കെ ഇതിന്റെ ശരിക്കും കണക്ക് പ്രകാരമായിട്ടോ ചെയ്യേണ്ടത്. കാരണം ഒരുപാട് സിമെന്റ് അതാ ഞാൻ പറഞ്ഞപ്പോ അധികമായ അമൃതം വിഷമാണ് പറഞ്ഞത്. അപ്പൊ ആ പാകത്തിനേ പാടുള്ളൂ. അപ്പൊ അത് വരും. അതാണ് കുറെ ആൾക്കാർ കംപ്ലൈന്റ് പറയുന്നുണ്ട്, വെള്ളത്തിലിട്ടേക്കാൻ പറ്റില്ല, വെള്ളത്തിലിട്ട് അത് അലിഞ്ഞു പോകുങ്ങള്. ഇപ്പൊ നമുക്ക് തന്നെ കുറെ ഓർഡർ വന്നൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. വെള്ളത്തിലിട്ട് അലിയും പറയാം. അത് തീർക്കാൻ വേണ്ടിയാണ് നമ്മളത് 1 കൊല്ലം ആയി നമ്മൾ ആ കട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ട്. അത് ഇപ്പോഴും എടുത്തിട്ടാലും അതിന് ഒരു കുഴപ്പമില്ല. അത് ഞങ്ങൾ കണ്ട്. അപ്പൊ അതിൽ പായലൊക്കെ പിടിച്ചിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ അത് എടുത്ത് പുറത്തേക്ക് ഇട്ട സമയത്ത് യാതൊരു കുഴപ്പം. ആണി സുഖമായിട്ട് അടിച്ചിറക്കാം. അടിച്ചിറക്കിട്ട് നമുക്ക് പൊക്കാം. ഒരു പ്രശ്നം വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളിപ്പോ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? 3 നില ഫ്ലാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പട്ടാമ്പി 200ഓളം വീടുകൾ ഇപ്പൊ നമ്മൾ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുവിധം അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിൽ നമ്മുടെ കട്ട എത്തി കഴിഞ്ഞാൽ അതിന്റെ അങ്ങേ ഭാഗത്ത് നമുക്ക് ഓർഡർ വരും. അങ്ങനെ നമുക്ക് പോയോടത്ത് നമുക്ക് ഓർഡറിന് ഒരു ഇതും മതി. നമുക്ക് ഇന്നേ വരെ എത്ര കട്ട അടിച്ചാലും നമ്മുടെ കട്ട പോയിക്കൊണ്ടിരിക്കും. സുന്ദരേട്ടാ, ഏതൊരു ബിസിനസ് ആയാലും മുന്നോട്ട് പോകുന്നത് എങ്ങനെയാ വെച്ചാൽ അത് ഉപയോഗിച്ച ആൾക്കാർ അതിന്റെ ക്വാളിറ്റി മറ്റുള്ളവരോട് പറയണം. കസ്റ്റമർ നന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സംതൃപ്തിയാണ് നമുക്കുള്ളത്. പിന്നെ ഇതിന്റെ പ്രസ്സിംഗ് എങ്ങനെ? ഡബിൾ സൈഡ് തന്നെ? ഡബിൾ സൈഡ് ഡബിൾ സൈഡ് 40 ടൺ പ്രസ്സിംഗ്, ഏകദേശം 40 ടൺ പ്രസ്സിംഗ് ചെയ്ത് അങ്ങനെ വൃത്തിയായിട്ട് എടുത്ത് നമ്മുടെ അടുത്ത് വെച്ച് 15 ദിവസം. നമ്മുടെ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞാൽ നമ്മൾ ഈ കട്ട എടുത്ത കട്ട നാളെ വെയിലത്തേക്ക് എടുത്തേക്കില്ല. അടിച്ച കട്ട 15 ദിവസം നമ്മൾ ഈ ഷെഡിലിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ പുറത്ത് വിടുന്നത്. അതാണ്
ജനത്തിന്റെ പ്ലസ് പോയിന്റ്. കാരണം ഈ കട്ട ഇത് ഇങ്ങനെ റൊട്ടേഷൻ അടിച്ച് ഇങ്ങനെ വരിക. ഞങ്ങൾ ഒരു തലയ്ക്കുന്ന പോകുമ്പോഴേക്കും ഞങ്ങൾ ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ വരും. നമ്മൾ അടിച്ച കട്ട ആ ഒരു സൈഡിലാണ് അധികം വെക്കുക അല്ലേ? അവിടെ നിന്നാണ് അതിന്റെ ക്യൂറിംഗ് ഒക്കെ നടക്കുന്നത്. അവിടെ നിന്ന് നനച്ച് നമ്മൾ അങ്ങനെ അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് കട്ട ഇവിടേക്ക് വരും. ഇവിടെ നിന്ന് ഈ അറ്റത്തേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്കും നമ്മുടെ കട്ട ഉണങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ടാവും. 15 ദിവസം നനയ്ക്കും. 15 ദിവസം നനച്ച് നമ്മൾ കട്ട പുറത്ത് വിടും. അതിൽ ഒരു ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച. നല്ല മണ്ണ് അല്ലെങ്കിൽ അടിക്കില്ല. ഈ ഇതൊക്കെ വെട്ടല് കോറിയുള്ള വേസ്റ്റ് ആണ്. അപ്പൊ അത് അങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾ ഈ ക്രഷറിലിട്ട് പൊടിച്ച് ഇതിലെന്തെങ്കിലും കരട് ഉണ്ടെങ്കിൽ അത് കൂടെ പോരും. അപ്പൊ അത് മാറ്റി നല്ല വൃത്തിയായിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ. ഇത് പ്രധാനമായിട്ട് വരെ പാലക്കാട് ജില്ലയാണ് ഈ ഇത് നിൽക്കുന്നത്. സ്ഥാപനം നിൽക്കുന്ന പാലക്കാട് ജില്ല. അപ്പൊ അത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിന്ന് ഒരു 7 കിലോമീറ്റർ, പട്ടാമ്പിന്ന് 7 കിലോമീറ്റർ, ഷൊർണൂരിൽ നിന്നും ഒരു 7 കിലോമീറ്റർ വരുന്ന അതിന്റെ നടുക്കിലാണ് ഈ ഭാഗം വരുന്നത്. സെന്റർ ചെയ്തിട്ടാണ് വരുന്നത്. മറ്റേ ഓങ്ങല്ലൂർ പോക്കുപ്പടി പറഞ്ഞ സ്ഥലത്താണ്. ഓങ്ങല്ലൂർ പോക്കുപ്പടി, ജന്നത്ത് സോയിൽ ബ്രിക്സ്. വേണമെങ്കിൽ കുറച്ച് ദൂരത്തേക്കൊക്കെ കൊടുക്കാം. അപ്പൊ കട്ട പറഞ്ഞല്ലോ, കട്ട സോളയൂരും അതുപോലുള്ള തമിഴ്നാട്ടിലേക്കൊക്കെ ഓർഡർ വരുന്നുണ്ട്. പക്ഷെ അവിടെ കൂടുതൽ 6ന്റെ കട്ടയാണ് ചോദിക്കുന്നത്. അതാണ് ഞാൻ ഒന്നും കൂടി ചോദിക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ 8ന്റെ കട്ട വരുന്നത്. 8ന്റെ കട്ട നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ ഇഷ്ടംപോലെ വെട്ടലുള്ള ഭാഗമാണ്. ഏത് മലപ്പുറത്തിന്റെ ബോർഡർ ആവുകൊണ്ട് ഇവിടെ ഉള്ള പണിക്കാർ മുഴുവൻ 8ന്റെ കട്ടറാണ് ചെയ്യുക. 6ന്റെ കട്ട അവർക്ക് തീരെ പറ്റില്ല. പക്ഷെ തൃശ്ശൂർ ഭാഗത്ത് പോകുമ്പോൾ അവർ 6ന്റെ കട്ടറാണ് ചെയ്യുക. പ്രസ്സിംഗ് കറക്റ്റ് ആണ്. അതാണ്, അതിനൊരു പ്രശ്നമില്ല. അപ്പൊ ശരിക്കും 8ന്റെ കട്ട 8ന്റെ കട്ടയാണ് ഇപ്പൊ നമ്മളിവിടെ കൂടുതൽ പോകുന്നത്. പാലക്കാട് ജില്ലയിൽ കൂടുതൽ പോകുന്നത് 8ന്റെ കട്ടയാണ്. അതേ വലിപ്പം. അപ്പൊ നമ്മളിപ്പോ തൃശ്ശൂർ ഭാഗത്തുള്ള കട്ടയാണ് കുറച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഓർഡർ തന്നാൽ മാത്രമേ 6 അടിക്കുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് അടിക്കണത് 8ന്റെ കട്ടയാണ്. അപ്പൊ 8ന്റെ കട്ടയ്ക്ക് റേറ്റ് എത്ര? 8ന്റെ കട്ടയ്ക്ക് ഞങ്ങൾ 45 രൂപയ്ക്ക് നമ്മുടെ കയറ്റി കൊടുക്കും. അവിടുന്ന് കയറ്റി കൊടുക്കും. 6ന്റെ കട്ട 35 രൂപ. ഈ 8ന്റെ കട്ട ഒരു ചെങ്കലിന്റെ ഒരു സെയിം ആണ് വരുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ചെങ്കലിന് എന്തായാലും 65-70 രൂപ. അപ്പൊ നിങ്ങൾ തുടക്കത്തിൽ ഫസ്റ്റ് ഉണ്ടാക്കിയ മഡ്ബർക്ക് ആയിരിക്കും. ഫസ്റ്റ് ഉണ്ടാക്കിയ കട്ട ഇതാണ് പിന്നെ നിങ്ങൾ ഒഴിവാക്കിയെന്ന് പറഞ്ഞേ. അത് ഒഴിവാക്കി. അപ്പൊ ഈ ഒരു മണ്ണായിരുന്നില്ല അത് ഈ കമ്പനിയിൽ ഈ മണ്ണിട്ട് അടിച്ചാണ്. ഞങ്ങളൊരു 10 ഞങ്ങൾ കമ്പനിയിൽ പറഞ്ഞു ഇത് നല്ല മണ്ണാണ് പറഞ്ഞു ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ ആ കട്ടിട്ട് ഒരു 10-15,000 കട്ട അടിച്ചു. ഞങ്ങൾ അടിച്ചു നോക്കുമ്പോ അത് വേണ്ടത്ര ഉറപ്പ് വരുന്നില്ല. ഉദ്ദേശം ഉറപ്പല്ല, തീരെ ഉറപ്പ് നമുക്ക് കിട്ടുന്നില്ല. ഇട്ടാ പൊട്ടുക സാധനം. ചെകിടി മണ്ണ്. ആ മണ്ണാണ്, ഈ കടിക്കണ മണ്ണാണ്. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ കട്ട പുറത്തേക്ക് കൊടുത്തില്ല. ഞങ്ങളുടെ ഓഫീസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിലാണ്. ഇത് ഇത്ര കുഴപ്പമൊന്നും കാണില്ല. നല്ല ക്വാളിറ്റി സാധനം കൊടുക്കാന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇതിട്ട് കട്ട അടിച്ചിട്ട് കൊണ്ടുപോകണം. ഇതിനേക്കാൾ മോശമായിട്ട് കട്ട അടിക്കുന്നവരുണ്ട്. പലരും പറയും ഇതുമ്പോ തേച്ചാ പിടിക്കില്ല, അത് ഉറപ്പ് കിട്ടില്ല, അത് ഇങ്ങനെ അടർന്നു പോരും. ഇപ്പൊ ഞങ്ങൾ ഇത് ചെയ്തിട്ട് ഏകദേശം ഒരു ബോർഡർ ഒക്കെ ഇതുപോലെ തേച്ചിട്ടുണ്ട്. ഇതുപോലെ തേക്കാത്ത രീതിയിൽ ചെയ്യണ സമയത്ത് ഈ വാതിൽ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ സിമെന്റിന്റെ ബോർഡറാണ് കൊടുക്കാറുള്ളത്. സാധാരണ അങ്ങനെ ചെയ്തു. അപ്പൊ അവിടെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താ ചെയ്തത്? ഉള്ളിൽ ഞങ്ങള് പൊട്ടിട്ടാണല്ലേ? പൊട്ടിട്ടു. എല്ലാവരും പറയും പുട്ടി ഇതുമ്പോ പിടിക്കില്ല, സിമെന്റ് പിടിക്കില്ല. അപ്പൊ അതിന് ഞങ്ങളുടെ ഓഫീസിൽ വന്ന എല്ലാം ഞങ്ങൾ ഇതുമ്പോ കാണിച്ചു കൊടുക്കാം. പുട്ടിയിട്ട് കാണിച്ചു കൊടുക്കാം, സിമെന്റ് ഇട്ട് കാണിച്ചു കൊടുക്കാം, എല്ലാം കാണിച്ചു കൊടുക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സംശയങ്ങളും തീർത്തു പോകും. നിങ്ങൾ ശരിക്കും കട്ടാക്കെ ഇതോടൊക്കെ വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം കമ്പനിയിലൊക്കെ ഒന്ന് കാണുക. കമ്പനിയിൽ കണ്ടിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത്, ഏത് കമ്പനിയിൽ വന്നതൊക്കെ കാണുന്നതിന്റെ ഉറപ്പ്. ഇവിടെ വന്നവരെ ഞങ്ങള് ഇവിടെ എല്ലാവരും ഞങ്ങൾ പുറത്തുനിന്ന് വിളിച്ചാലും ഞങ്ങൾ കമ്പനിയിൽ വന്ന് കാണാനാ പറയാ. ഇവിടെ വന്ന് കണ്ട് ഇവിടെ വന്ന് ഈ കമ്പനികളിൽ വന്ന് കണ്ട കട്ടെടുക്കാതെ ആരും പോയിട്ടില്ല. അതാണ് ശരിക്കും ബോധ്യപ്പെട്ടിട്ട് നമ്മളങ്ങനെ അത്രയും നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഒരാളും നമ്മളോട് കട്ട മോശമായി നനച്ച് വേറൊന്നും പറഞ്ഞു പോയിട്ടില്ല. ഇവിടെ വന്ന ആൾക്കാർ കട്ടെടുത്തിട്ടേ പോയിട്ടുള്ളൂ. അതാണ് ആ ക്വാളിറ്റിയാണ് നമ്മുടെ മെയിൻ ആയിട്ട്. അപ്പൊ സുന്ദരേട്ടാ ഇനിയും കാണാം നമുക്ക്. സന്തോഷം. അപ്പൊ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.